കഴിഞ്ഞ 10 ദിവസമായി കേരളത്തിൽ നിലനിന്നിരുന്ന വലിയൊരു അനിശ്ചിതത്വത്തിനാണ് ഇന്നലെ തിരശ്ശീല വീണത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകൾ നേടി UDF ഐതിഹാസിക വിജയം കൈവരിച്ചെങ്കിലും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന ചോദ്യത്തിന് മുന്നിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ചെറുതായെന്ന് പകച്ചു നിന്നിരുന്നു. ഒടുവിൽ എല്ലാ നാടകീയ നീക്കങ്ങൾക്കും തർക്കങ്ങൾക്കുമൊടുവിൽ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കാൻ ഒരുങ്ങുകയാണ്. MLA-മാരുടെ പിന്തുണയിൽ ഏറെ പിന്നിലായിരുന്നിട്ടും ജനവികാരം മാനിച്ചാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചത്. കഴിഞ്ഞ 5 വർഷം നിയമസഭയ്ക്കകത്തും പുറത്തും ഇടതുപക്ഷ സർക്കാരിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിച്ച നേതാവാണ് VD സതീശൻ. പിണറായി വിജയൻ സർക്കാരിന്റെ ഓരോ നീക്കങ്ങളെയും വസ്തുതകൾ നിരത്തി പ്രതിരോധിച്ച സതീശൻ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പ്രഹരത്തിന് ശേഷം കേരളത്തിൽ കോൺഗ്രസ് തകർന്നടിയുമെന്ന് കരുതിയിടത്തുനിന്നാണ് ഈ തിരിച്ചുവരവ് പാർട്ടി നടത്തിയിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDF നേടിയ മുന്നേറ്റം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിപ്പിക്കാൻ മുന്നണിക്ക് കഴിഞ്ഞു. മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ BJP വർഗീയതയുടെ വിഷം തുപ്പാൻ ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസിന്റെ വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പേരുടെ പേരുകളാണ് പ്രധാനമായും ഉയർന്നു വന്നിരുന്നത്. മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയാണ് ഒരാൾ. തന്റെ സീനിയോറിറ്റി പരിഗണിച്ച് ഇത്തവണ ഉറപ്പായും അവസരം ലഭിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനും AICC സംഘടനാ ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാലാണ് രണ്ടാമൻ. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജനകീയനായ നേതാവെന്ന നിലയിലായിരുന്നു VD സതീശന്റെ പേരും നിർദ്ദേശിക്കപ്പെട്ടിരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പേരുടെ പേര് ഉയർന്നു വന്നപ്പോൾ തീരുമാനം ഹൈക്കമാൻഡിന് കൈമാറുകയായിരുന്നു. ഹൈക്കമാൻഡ് പ്രതിനിധികളായ ദീപാദാസ് മുൻഷി, അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവർ ഓരോ MLA-മാരുടെയും അഭിപ്രായം തേടി. കോൺഗ്രസിന്റെ 63 MLA-മാരിൽ 46 പേരും പിന്തുണച്ചത് KC വേണുഗോപാലിനെയായിരുന്നു. വെറും 9 പേരുടെ പിന്തുണ മാത്രമാണ് VD സതീശന് ലഭിച്ചത്. രമേശ് ചെന്നിത്തലയ്ക്കാകട്ടെ വെറും 2-3 പേരുടെ പിന്തുണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭൂരിപക്ഷം MLA-മാരും വേണുഗോപാലിനെ പിന്തുണച്ചതോടെ അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് ഏകദേശം ഉറപ്പിച്ചു. എന്നാൽ ഈ വിവരം പുറത്തു വന്നതോടെ കേരളത്തിലെ കോൺഗ്രസ് അണികൾക്കിടയിൽ വലിയ പ്രതിഷേധം ആളിപ്പടരാൻ തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ VD സതീശനായി വലിയ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. പാരച്യൂട്ട് മുഖ്യമന്ത്രിമാരെ കേരളത്തിന് വേണ്ടെന്നും കഴിഞ്ഞ 5 വർഷം ഞങ്ങൾക്കൊപ്പം നിന്ന് പോരാടിയ സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണമെന്നും പ്രവർത്തകർ മുറവിളി കൂട്ടി. ഈ ഘട്ടത്തിലാണ് ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ നിലപാട് നിർണായകമായത്. 22 MLA-മാരുള്ള ലീഗ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ഉറച്ച നിലപാടിലേക്ക് എത്തി. സതീശന്റെ മതേതര നിലപാടുകളും വർഗീയ ശക്തികളോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവുമാണ് ലീഗിനെ ഇതിന് പ്രേരിപ്പിച്ചത്. ലീഗിന്റെ പിന്തുണയില്ലാതെ കേരളത്തിൽ ഭരണം സുഗമമാകില്ലെന്ന് ഹൈക്കമാൻഡിന് ബോധ്യമുണ്ടായിരുന്നു. കൂടാതെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും RSPയും സതീശനായി നിലകൊണ്ടു. അവസാന തീരുമാനമെടുക്കുന്നതിന് മുൻപ് രാഹുൽ ഗാന്ധി മുതിർന്ന നേതാവ് AK ആന്റണിയുടെ ഉപദേശം തേടി. ആന്റണി ആരുടെയും പേര് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ജനവികാരം മാനിക്കണം എന്ന ഒറ്റ വാചകത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കി. ഒടുവിൽ മെയ് 14 രാവിലെ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നടന്ന ദീർഘനേരത്തെ ചർച്ചകൾക്കൊടുവിലാണ് VD സതീശനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ തീരുമാനമായത്. ഇതിനിടെ രമേശ് ചെന്നിത്തലയെ ഫോണിൽ വിളിച്ച രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ അനുനയിപ്പിക്കുകയും പുതിയ സർക്കാരിൽ അർഹമായ പരിഗണന ഉറപ്പു നൽകുകയും ചെയ്തു. എങ്കിലും ചെന്നിത്തല തന്റെ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ നിന്നും മറ്റും വിട്ടുനിൽക്കാനുള്ള നീക്കങ്ങളുണ്ടെന്നും അഭ്യൂഹങ്ങളുണ്ട്. ഇതിനിടയിലാണ് സതീശന്റെ നിലപാടുകളെ വർഗീയ പ്രീണനമായി ചിത്രീകരിച്ച് വോട്ടർമാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ BJP തുടങ്ങിയത്. കേരള നിയമസഭയിൽ ഇത്തവണ 3 സീറ്റുകൾ നേടി അക്കൗണ്ട് തുറന്ന BJP സഭയ്ക്കകത്തും പുറത്തും സതീശൻ സർക്കാരിനെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുമെന്ന സൂചനകൾ നൽകിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തെ മുസ്ലിം ലീഗിന്റെ വിജയമായി ചിത്രീകരിക്കാനാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡിന് മേൽ മുസ്ലിം ലീഗ് ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നതൊരു വസ്തുതയാണ്. ഈ പോയിന്റിനെയാണ് BJP തങ്ങളുടെ രാഷ്ട്രീയ ആയുധമാക്കുന്നത്. സതീശൻ മുഖ്യമന്ത്രിയാകുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ ആധിപത്യം ഉറപ്പിക്കാനാണെന്നും ഇത് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നുമുള്ള പ്രചാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇതിനോടകം BJP അനുകൂലികൾ ആരംഭിച്ചിട്ടുണ്ട്. സതീശൻ പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത മതേതര നിലപാടുകളെ ന്യൂനപക്ഷ പ്രീണനം എന്ന് വിളിച്ച് വോട്ടർമാർക്കിടയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് BJP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സതീശന്റെ ഓരോ ഭരണപരമായ തീരുമാനത്തെയും പ്രത്യേകിച്ച് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളെയോ സമുദായങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയോ BJP സസൂക്ഷ്മം നിരീക്ഷിക്കും. ഏത് ചെറിയ നീക്കത്തെയും പ്രീണന രാഷ്ട്രീയമായി വ്യാഖ്യാനിച്ച് ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഭീതി പടർത്താനായിരിക്കും അവരുടെ ശ്രമം. എന്നാൽ സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ വെല്ലുവിളി പുതിയതല്ല. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും വർഗീയതയ്ക്കെതിരെ ഏറ്റവും ശക്തമായ ശബ്ദമുയർത്തിയ നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ BJPയുടെ ഈ പ്രീണന ആരോപണങ്ങളെ വികസനവും കൃത്യമായ മതേതര രാഷ്ട്രീയവും കൊണ്ട് നേരിടാനായിരിക്കും സതീശന്റെ നീക്കം.